ഇറാൻ ആണവായുധ നിർമ്മാണം പുനരാരംഭിച്ചതായി അമേരിക്കയുടെ ഇൻ്റലിജൻസ്. കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു രഹസ്യ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. പ്രതീക്ഷിച്ച തരത്തിലല്ല ഇറാൻ്റെ നീക്കങ്ങളെന്നും പുറത്തുനിന്ന് പറയുന്ന തരത്തിലല്ല പ്രവൃത്തി നടക്കുന്നത് എന്നതടക്കമുള്ള വിവരമാണ് ഇപ്പോൾ ഏറെക്കുറെ ചോർന്നിരിക്കുന്നത് എന്ന തരത്തിലാണ് ഈ അമേരിക്കൻ മീഡിയകളും മാധ്യമങ്ങളും ഈ വിഷയത്തെ ആധികാരികമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. പറയുന്നത് സമ്പുഷ്ട യുറേനിയം 60% നിന്ന് 90% കഠിന ശ്രമത്തിലാണ് നിലവിൽ ഇറാൻ രാജ്യമുള്ളത്. അതങ്ങനെ വിവരങ്ങൾ ചോർന്ന് മറ്റു രാജ്യം അറിയുന്നു എന്നതിനാൽ അതിന് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രശ്നമോ പ്രയാസമോ ഇല്ലതാനും. കാര്യം എന്ന് പറയുന്നത് യുദ്ധം എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളതും ഏത് തരത്തിലാണ് യുദ്ധത്തിൽ ശത്രുവിനെ പരാജയപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതും കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഇറാൻ അവരുടേതായിരിക്കുന്ന തന്ത്രപരമായ രീതിയിലുള്ള നീക്കങ്ങൾ തന്നെയാണ് സർവ്വ മേഖലയിൽ നടത്തുന്നത്. അതിനാൽ തന്നെ ആണവായുധം നിർമ്മിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ പ്രശ്നമാവാൻ സാധ്യതയില്ല എന്നും വിലയിരുത്തുന്നു. ഇസ്ഫഹാനിലെ യുറേനിയം പുറത്തെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ നത്തൻസ്, ഫോർദോ, ബുഷർ, ഇസ്ഫഹാൻ, അറാഖ് സർവ്വ മേഖലയിൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട സർവ്വ മേഖലയും ഇപ്പോൾ വളരെ സജീവമാണ്. സൈനിക വിന്യാസത്തോടു കൂടി പല പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നു എന്ന തരത്തിലുള്ള ചില ചിത്രങ്ങൾ സാറ്റലൈറ്റ് പുറത്തുവിടുകയും ചെയ്തതോടുകൂടി ഇതിനൊരു യാഥാർത്ഥ്യത ഉണ്ട് എന്നിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇത് ഇസ്രായേലിനും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് റഷ്യയുടെയും അമേരിക്കയുടെയും കൈവശത്തിലുള്ള ആണവായുധം പോലെ സുരക്ഷിതമായ രീതിയിൽ അവർ തങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ് നിർത്തുന്നില്ല. ആവശ്യം വന്നാൽ ഇറാൻ ഉപയോഗിക്കും എന്ന് അവരുടെ സ്വഭാവ രീതിക്കനുസരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു ഭയപ്പാട് ഇപ്പോൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചൈനീസ് എഞ്ചിനീയർമാർ വ്യാപകമായ രീതിയിൽ ഏതാനും മാസങ്ങളായി ഇറാനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പല വിമാനത്തിലും അവരെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളതും അവർ ഈ കൂട്ടത്തോടു കൂടി ഇവിടെ എത്താനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നും വിലയിരുത്തുന്നു. എന്നാൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവരെത്തുന്നത് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു. ഖമനയുടെ മരണാനന്തരം ഇപ്പോൾ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര പുനരുദ്ധാരണം എന്ന് പറഞ്ഞ കാര്യങ്ങളും രാഷ്ട്രത്തിൻ്റെ ഏകോപനം എന്നുള്ള സംവിധാനം ഇത് രണ്ടും സംയുക്തമായ രീതിയിലാണ് കൊണ്ടു നടക്കാൻ പോകുന്നത്. പുനരുദ്ധാരണം എന്ന് പറഞ്ഞാൽ അമേരിക്ക നശിപ്പിക്കപ്പെട്ടതൊക്കെ വീണ്ടും നിർമ്മിച്ചുകൊണ്ട് ആദ്യത്തെ പോലെ സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഏകോപനം എന്ന് പറയുന്ന സംവിധാനം ഇതിനിടയിൽ അവർ നടത്തിയ രാഷ്ട്രീയമായ രീതിയിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഏകോപിപ്പിക്കാനും ഈ ഗവൺമെൻറ്റിനോടൊപ്പം ചേർത്ത് നിർത്താനും മരണാനന്തര ചടങ്ങിനെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്നതിൽ ഇറാൻ വിജയിച്ചു. അതാണ് ഈ പറയുന്നത് 2 കോടിയോളം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന സംഭവമൊന്നുമല്ല. അപ്പോൾ അത്രയും മാത്രമല്ല 2 തലക്കലും ഇസ്രായേലും അമേരിക്കയും വലിയ രീതിയിൽ ഭീഷണി മുഴക്കുകയും പലതരത്തിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നതിനിടയിലാണ് വിപുലമായ രീതിയിലുള്ള മരണാനന്തര ചടങ്ങുകൾ നടത്തിയത്. ഒരു ലോക ചരിത്രത്തിൽ ഇതിന് സമാനമായിരിക്കുന്ന ഒരു സംഭവം വേറെ ഇല്ല എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ രൂക്ഷമായിരിക്കുന്ന ഒരു യുദ്ധത്തെ രാജ്യം അഭിമുഖീകരിക്കുന്ന സമയത്ത് 2 കോടിയോളം ജനങ്ങളെ തെരുവിലിറക്കിക്കൊണ്ട് സുരക്ഷിതമായ രീതിയിൽ അവരുടെ ആത്മീയ നേതാവിനെ അടക്കം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. കാര്യം ഇപ്പോൾ ഇറാനെ പേടിച്ചിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ മകൻ്റെ വിവാഹം പോലും നടത്തുന്നില്ല. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം വിവാഹത്തിന് വേണ്ടി തടിച്ചുകൂടുന്ന ആളുകൾക്കിടയിൽ ഇറാൻ ആക്രമണം നടത്തില്ല എന്ന് പറയാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടിവെച്ചതാണ്. അപ്പോൾ ഒരു വിവാഹം പോലും നേർക്കുനേരെ നടത്താൻ വേണ്ടി സാധിക്കാതെ ഭയപ്പെട്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ മുൻപിലൂടെയാണ് മുഖത്തോടെയാണ് 2 കോടി ജനങ്ങളെ വഹിച്ചുകൊണ്ട് ഒരു വിലാപയാത്ര കടന്നു പോകുന്നത്. അത് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അത് നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചു എന്ന ഒരു മാനക്കേടും യഥാർത്ഥത്തിലുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ 9-ാം തീയതിയാണ് അടക്കം ചെയ്തത്. 8-ാം തീയതി ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം തുടങ്ങുകയും ചെയ്തു. 8-ാം തീയതിയാണ് ഈ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും കടൽ കടന്നു പോകുന്നു. അതിൽ ഇറാൻ വെടിവെക്കുന്നു, തകർക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയം ഉണ്ടാകുന്നു. അമേരിക്ക ഇടപെടുന്നു, ഇറാനിൽ ആക്രമണം നടത്തുന്നു, ബോംബ് സ്ഫോടനം നടത്തുന്നു. പിന്നീട് ഇറാൻ്റെ ഭാഗത്തുനിന്ന് കുവൈറ്റിൻ്റെയും ബഹ്റൈൻ്റെയും
അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തുന്നു. അങ്ങനെ ഒരു തലത്തിൽ മാത്രമല്ല പല തലത്തിലും യുദ്ധത്തിൻ്റെ കാഠിന്യം വർദ്ധിച്ചിരിക്കുന്ന ആ സമയത്ത് ആയത്തുള്ള അലി ഖംനായി അവരടക്കം ചെയ്തു. അപ്പോൾ നിസ്സാരമായിരിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇറാനെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എന്ത് ചെയ്തു? ഇറാനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമായിരിക്കുന്ന ഒരു വിഷയം വരാൻ പോകുന്ന ഒരു 10-50 വർഷത്തേക്ക് പോലും ഉണ്ടാവാത്ത വിധം ജനങ്ങളെ സർക്കാരിനോടൊപ്പം ചേർത്ത് പിടിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നഷ്ടപ്പെട്ടത് മുഴുവൻ ഇറാന് മൊത്തത്തിലാണ്. പ്രക്ഷോഭകാരികളും ഇറാനികൾ തന്നെയാണ്. ഗവൺമെൻറ് തലത്തിൽ സാമ്പത്തികപരമായിരിക്കുന്ന ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ട്, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് സാധിക്കില്ല എന്ന് പറഞ്ഞതും ഇറാനികൾ തന്നെയാണ്. എന്നാലോ ഇവരുടെ എല്ലാവരുടെയും ആത്മീയ നേതാവാണ് ആയത്തുള്ള അലി ഖംനായി എന്ന് പറയുന്നത്. അദ്ദേഹത്തെയാണ് അമേരിക്ക വകവരുത്തിയത്. അത് ഒരിക്കലും ഒരു ഇറാനിയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. ആ ഒരു വിഷയം കൂടി ഇതിൻ്റെ കൂടെ വായിക്കാൻ വേണ്ടി സാധിക്കും. ഇറാൻ ഗവൺമെൻറ് അത് കൃത്യമായ രീതിയിൽ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചു, അഥവാ രാജ്യത്ത് മുഴുവനായിട്ടുള്ള ഇറാനികളെ ഏകോപിപ്പിച്ചുകൊണ്ട് സർക്കാരിനോട് ചേർത്ത് നിർത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ മരണാനന്തര ചടങ്ങുകൾ അപ്പാടെ നടന്നത്. അതും 130 ദിവസം കഴിഞ്ഞതിന് ശേഷം, 4ാമത്തെ മാസത്തിലേറ്റം കയറിയതിന് ശേഷമാണ് ഈ സംഭവം നടന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇത്രയും കാലയളവിനിടയിൽ ഒരുപക്ഷെ നടത്താൻ വേണ്ടി സാധിക്കുമായിരുന്നു, പക്ഷേ അവർ നടത്താതിരുന്നത് അതും രാഷ്ട്രീയപരമായ രീതിയിലുള്ള ഒരു ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലും ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ നിലപാടെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു ബോധ്യം തങ്ങളുടെ രാജ്യത്തിലെ ജനങ്ങൾക്കുണ്ടാവണം എന്നുള്ള നിർബന്ധത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ വന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതായിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൂടെ ഇറാൻ നീങ്ങുന്നു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അതിൻ്റെ ഭവിഷ്യത്തുകൾ ഭയാനകരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യം ഇറാൻ്റെ കൈവശത്തിലുണ്ടെങ്കിൽ അവരത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇസ്രായേലിന് നേരെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് തന്നെ ഭൂമുഖത്തിൽ നിന്ന് നീങ്ങിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയൊക്കെ വരുമോ ഇല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഒരു ഏകദേശ അഭിപ്രായം പോലും പറയാൻ വേണ്ടി സാധിക്കുകയില്ല. വരാൻ പോകുന്ന ഭാവിയിൽ അതെങ്ങനെയാണ് എന്ന് വിലയിരുത്തുക മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞാൽ അതേക്കുറിച്ച് അഭിപ്രായം പറയുക മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ നടക്കുകയുള്ളൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.